റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്നു. ആണവായുധ ആക്രമണ ഭീഷണിയുമായി റഷ്യ മുന്നോട്ട് പോകുന്നു. അതിനിടയിൽ സർവ്വശക്തി ഉപയോഗിച്ച് പ്രതിരോധിക്കുകയാണ് യുക്രൈൻ. ഒരു തരി മണ്ണ് പോലും വിട്ടുകൊടുക്കില്ലെന്ന് സെലൻസ്കി പ്രഖ്യാപിച്ചു കഴിഞ്ഞു. അരയും തലയും മുറുക്കി യുദ്ധം ചെയ്യുകയാണ് യുക്രൈൻ പട്ടാളക്കാർ. ഏത് സമയത്തും യുക്രൈൻ്റെ വിളിപ്പുറത്ത് അമേരിക്കയുണ്ട്. അമേരിക്കൻ നിർമ്മിത ആയുധങ്ങൾ റഷ്യൻ മണ്ണിൽ ഉപയോഗിക്കാൻ യുക്രൈനുള്ള നിരോധനം കഴിഞ്ഞ മാസം അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ എടുത്തു കളഞ്ഞിരുന്നു. ഇതേ തുടർന്ന് യുക്രൈനുമായുള്ള യുദ്ധം ആണവ ദുരന്തത്തിൽ അവസാനിച്ചേക്കാമെന്ന മുന്നറിയിപ്പുമായി മുൻ റഷ്യൻ പ്രസിഡന്റ് മെദ്വദേവ് എത്തുകയും ചെയ്തതാണ്. ഇപ്പോഴിതാ വെറും 30 മിനിറ്റ് കൊണ്ട് അമേരിക്കയിൽ നിന്ന് റഷ്യൻ ആസ്ഥാനമായ മോസ്കോയിൽ എത്താൻ കഴിവുള്ള ഹൈപ്പർസോണിക് ആണവ മിസൈൽ അമേരിക്ക വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. റഷ്യയും ചൈനയും അടക്കമുള്ള എല്ലാ വെല്ലുവിളികളെയും നേരിടാൻ കഴിവുള്ള ഹൈപ്പർസോണിക് മിസൈലാണ് അമേരിക്കൻ സൈന്യം പരീക്ഷിച്ചിരിക്കുന്നത്. യുക്രൈനിലേക്ക് റഷ്യ നടത്തിയ അധിനിവേശം ആണവ യുദ്ധത്തിലേക്കും മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കും നയിക്കുമോ എന്ന ആശങ്കകൾക്കിടെയാണ് അമേരിക്കയുടെ പുതിയ നീക്കം. ആണവ യുദ്ധ സാഹചര്യത്തെ നേരിടാൻ അമേരിക്ക സജ്ജമാണെന്ന് തെളിയിക്കുന്നതാണ് പുതിയ പരീക്ഷണമെന്നാണ് US സൈനിക ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. കാലിഫോർണിയയിലെ വാൻഡൻബർഗ് ബഹിരാകാശ സേന ആസ്ഥാനത്തു നിന്നാണ് മിനിറ്റ്-മാൻ 3 എന്ന ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലിൻ്റെ പരീക്ഷണം വിജയകരമായി നടന്നത്. 4000 മൈൽ ദൂരത്തുള്ള ലക്ഷ്യം മണിക്കൂറിൽ 15000 മൈൽ വേഗത്തിൽ സഞ്ചരിച്ച് തകർക്കാൻ മിനിറ്റ്-മാൻ 3ക്ക് സാധിച്ചു. പസഫിക് സമുദ്രത്തിലെ മാർഷൽ ദ്വീപുകളിലായിരുന്നു പരീക്ഷണ സ്ഥലം സ്ഥാപിച്ചിരുന്നത്. ഭൂമിയിലെ ഏത് നഗരത്തിലേക്കും അരമണിക്കൂറിനുള്ളിൽ എത്തി ആക്രമണം നടത്താൻ സാധിക്കുന്ന അമേരിക്കയുടെ വജ്രായുധമാണ് മിനിറ്റ്-മാൻ 3. കാലിഫോർണിയയിൽ നിന്ന് 5900 മൈൽ അകലെയാണ് മോസ്കോ എങ്കിൽ ബീജിംഗ് 6000 മൈൽ ദൂരത്താണ്. ഈ രണ്ട് നഗരങ്ങളിലേക്കും അമേരിക്ക തീരുമാനമെടുത്താൽ അരമണിക്കൂറിനുള്ളിൽ മിനിറ്റ്-മാൻ 3 പറന്നെത്തി സർവനാശം വിതയ്ക്കും. ഭൂഖണ്ഡാന്തര മിസൈലിന് പുറമെ മുങ്ങിക്കപ്പലിൽ നിന്നും വിക്ഷേപിക്കാവുന്ന സബ്മറൈൻ ലോഞ്ച്ഡ് ബാലിസ്റ്റിക് മിസൈലുകളും അമേരിക്ക ഉപയോഗിക്കുന്നുണ്ട്. ഇത്തരം മിസൈലുകൾ കടലിനടിയിലെ മുങ്ങിക്കപ്പലുകളിൽ നിന്നാണ് ലക്ഷ്യസ്ഥാനത്തേക്ക് പറന്നുയരുക. 1963 മുതൽ 1987 വരെ അമേരിക്കയുടെ കൈവശമുണ്ടായിരുന്ന ടൈറ്റൻ മിസൈലിനാണ് വേഗതയുടെ കാര്യത്തിൽ റെക്കോർഡുള്ളത്. മണിക്കൂറിൽ 16000 മൈൽ വരെ വേഗത്തിൽ സഞ്ചരിക്കാൻ ടൈറ്റന് സാധിച്ചിരുന്നു. 6000 മൈൽ ദൂരത്തുള്ള ലക്ഷ്യം വരെ 30 മിനിറ്റിനുള്ളിൽ തകർക്കുന്ന മിസൈലായിരുന്നു ടൈറ്റൻ. ആധുനിക സംവിധാനങ്ങളുള്ള MX സ്പേസ് കീപ്പർ പോലുള്ള മിസൈലുകൾക്ക് വേണ്ടി ടൈറ്റൻ വഴിമാറുകയായിരുന്നു. അമേരിക്കൻ ആണവശേഷിയുടെ പ്രധാന ആയുധങ്ങളിലൊന്നാണ് ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ. അമേരിക്കയുടെ ഏറ്റവും പുതിയ ഭൂഖണ്ഡാന്തര ആണവ മിസൈലായ LGM-35A സെന്റിനൽ 2029 ആകുമ്പോഴേക്കും സൈന്യത്തിൻ്റെ ഭാഗമാവുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2075 വരെ സെന്റിനൽ മിസൈലുകൾ അമേരിക്കൻ സൈന്യത്തിൻ്റെ ഭാഗമായി തുടരുകയും ചെയ്യും.